السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه الغر الميامين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, 2024 മെയ് 24 അള്ളാഹുവിന് വിധേയപ്പെടുന്നതിൻ്റെ, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നതിൻ്റെ അർത്ഥ തലങ്ങളാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹേ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്കു മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക, എങ്കിൽ നിങ്ങൾ സൂക്ഷ്മാലുക്കളായേക്കാം. ഇബാദത്തുകളിലൂടെയാണ്, ആരാധനയിലൂടെയാണ് നാം സ്തുത്യർഹമായ അന്ത്യം നേടിയെടുക്കുന്നത്. അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് നാം എത്തിച്ചേരുന്നതും അതുവഴിയാണ്. തിൽക്കൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. നമ്മുടെ അടിമകളിൽ നിന്ന് സൂക്ഷ്മാലുക്കളായി ജീവിച്ചിരുന്നവർക്ക് നാം അനന്തരമായി നൽകുന്ന സ്വർഗമാണത് എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളെ, അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന മഹത്തരമായ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട്, അവന്റെ മാത്രം പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട്, അവനെ മാത്രം ആരാധിക്കുകയും അവനു മാത്രം വിധേയപ്പെടുകയും ചെയ്യുക എന്നത് ഓരോ അടിമയുടെയും ബാധ്യതയാണ്. അള്ളാഹു മാത്രം അർഹിക്കുന്ന അവകാശമാണ്. ആ ഇബാദത്തിലൂടെ മാത്രമാണ് അടിമകൾക്ക് ആശ്വാസം കണ്ടെത്തുവാനും വിശ്വാസിക്ക് തന്റെ ജീവിതത്തിൽ വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടുതന്നെയാണ് ഓരോ നിസ്കാരങ്ങളിലും ഓരോ വിശ്വാസിയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നത്. മനുഷ്യനെന്നു മാത്രമല്ല, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ആശയത്തെ പ്രതിനിധീകരിക്കുകയും ഈ തേട്ടത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ. ആകാശഭൂമികളിലുള്ളവരെല്ലാം പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ മുന്നിൽ കേവല ദാസന്മാരായി വന്നെത്തുന്നവരാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാവുക എന്നത്, അള്ളാഹുവിന്റെ അടിമയാവുക എന്നത് ഓരോരുത്തർക്കും അങ്ങേയറ്റത്തെ ആദരമാണ്. ഏറ്റവും മഹത്തരമായ സ്ഥലത്ത് വെച്ച്, അഥവാ അള്ളാഹുവിന്റെ സന്നിധിയിൽ വെച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഇബാദത്ത് വഴി അള്ളാഹു അങ്ങേയറ്റം ആദരിച്ചു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. തന്റെ അടിമയുമായി നിശാപ്രയാണം നടത്തിയ അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നുവെന്ന്. സത്യവിശ്വാസികളെ വിവിധ ആയത്തുകളിൽ അള്ളാഹു ഇബാദത്ത്, ഇബാദ് എന്ന ആശയത്തിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അവരെ പ്രചോദിപ്പിക്കുന്നതിനു വേണ്ടിയും അള്ളാഹുവിന്റെ കാരുണ്യം ഉൾക്കൊള്ളുന്നതിനു വേണ്ടിയുമാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തങ്ങളോട് തന്നെ അക്രമം കാണിച്ച എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചു നിങ്ങൾ നിരാശരാവരുത്. സംശയം വേണ്ട, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാണ്, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, പരമ ദയാലുവുമാണ് എന്നു പ്രവാചകരെ അങ്ങു പറയുക എന്നല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആരാധന എന്താണെന്ന് ഉൾക്കൊണ്ടവനാണ് അത് കൃത്യമായി അനുഭവിക്കാനാവുക. ആരാധന സമ്പൂർണമായി നിർവഹിക്കുന്നവനാണ് അതിന്റെ യഥാർത്ഥ ആനന്ദം കണ്ടെത്താനാവുക. അങ്ങനെ വരുമ്പോൾ ആ ആരാധനയുടെ സുന്ദരമായ ഫലങ്ങൾ
അവനിൽ പ്രകടമാകും. അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അല്ലാഹുവിന്റെ അടിമകൾ എന്നാൽ, അല്ലാഹുവിനെ ആരാധിക്കുന്നവരെന്നാൽ അവർ ഭൂമിയിലൂടെ വിനയവിധേയരായി നടക്കുന്നവരാണ്. കാരണം അവർ അല്ലാഹുവിനെ വേണ്ട വിധം ആരാധിച്ചപ്പോൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾ സുന്ദരമായി, അവരുടെ വിശേഷണങ്ങൾ പ്രശംസനീയമായി, അവരുടെ മനസ്സ് ശാന്തമായി, ഹൃദയം സമാധാനം വരിച്ചു. അതുതന്നെയാണ് ആരാധനയുടെ ഇബാദത്തിന്റെ ഏറ്റവും മഹത്തരമായ ഫലമെന്നു പറയുന്നതും. സത്യവിശ്വാസികളെ, ആരാധന എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കലാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാവലാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യലാണ്. ഈ ആശയങ്ങളിൽ അള്ളാഹു അവതരിപ്പിച്ച എല്ലാ മതങ്ങളും ഏകോപിച്ചിട്ടുണ്ട്. അള്ളാഹു തന്നെ പറഞ്ഞു, വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഈതാഅസ് സകാത്ത് വകാനൂ ലനാ ആബിദീൻ. അവർക്കെല്ലാവർക്കും നാം നന്മ പ്രവർത്തിക്കുവാനും നിസ്കാരം നിർവഹിക്കുവാനും സകാത്ത് കൊടുത്തുവിട്ടുവാനും നിർദ്ദേശം നൽകി, വഹ്യു നൽകി. അവരെല്ലാം നമുക്ക് പൂർണ്ണമായി വിധേയപ്പെടുന്നവരായിരുന്നു. ഇബാദത്ത് എന്നാൽ അവിഛിന്നമായ ഏകകമാണ്, വിഭജിക്കാനാവാത്ത പൂർണ്ണതയാണ്, കൂട്ടിക്കലർത്താനാവാത്ത ആശയമാണ്. അതേസമയം ആരാധനയുടെ മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ്, രൂപങ്ങൾ വൈവിധ്യമാണ്. ആരാധന എന്നാൽ കേവലമായ നിസ്കാരമോ സക്കാത്തോ ഹജ്ജോ നോമ്പോ അല്ല, മറിച്ച് എല്ലാ ജീവിതകർമ്മങ്ങളും ആരാധനയുടെ ഭാഗമാണ്. ആകാശഭൂമികളിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നവയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും മഹത്തരമായ ആരാധനയാണ്. അല്ലാഹു തന്നെ പറയുന്നത് നാം ആലോചിച്ചിട്ടില്ലേ, വൽ അർദ മദദ്നാഹ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ് തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. ഭൂമിയെ നാം വിശാലമാക്കി, അതിൽ നാം മലകളെ ഉറപ്പിച്ചു, വശ്യമായ സർവവിധ സസ്യലതാദികളുടെയും ജോഡികളെ നാം അവിടെ മുളപ്പിക്കുകയും ചെയ്തു. പശ്ചാത്തപിച്ചു മടങ്ങുന്ന ദാസന്മാർക്ക് ഉൾക്കാഴ്ചയും ഉത്ബോധനവും നൽകാനാണ് നാം ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സ്വന്തം കുടുംബത്തെ നന്നായി ശിക്ഷണം ചെയ്യുന്നതും പരിചരിക്കുന്നതും അവർക്കാവശ്യമായ ധനം വിനിയോഗിക്കുന്നതും മഹത്തരമായ ആരാധനയാണ്. എന്നു മാത്രമല്ല, നാം നമ്മുടെ ധനം വിനിയോഗിക്കുന്നതിൽ ഏറ്റവും പവിത്രമായതും അങ്ങേയറ്റം പ്രതിഫലാർഹമായതും ലല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, പ്രവാചകർ പഠിപ്പിച്ചതനുസരിച്ച് സ്വന്തം കുടുംബത്തിനു വേണ്ടി നാം ചെലവഴിക്കുന്നതാണ്. അറിവ് പഠിക്കുക, അന്വേഷിക്കുക എന്നത് ഒരാളെ ഭൂമിയിൽ പുരോഗതിയിലേക്കു നയിക്കുന്ന മഹത്തായ ആരാധനയാണ്. മാത്രമല്ല, അന്ത്യനാളിൽ അതു നമ്മെ സ്വർഗത്തിലേക്കുമാ നയിക്കും. പ്രവാചകർ പഠിപ്പിച്ചു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഭൂമിയിൽ അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന്. ആളുകളോട് അവരുടെ ദേശത്തിന്റെയോ ഭാഷയുടെയോ വിശ്വാസത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ വ്യത്യാസമില്ലാതെ മൂല്യാധിഷ്ഠിതമായി ഉയർന്ന മാനവികതയോടെ പെരുമാറാനാവുക എന്നത് പരമമായ ആരാധനയാണ്, ഇബാദത്താണ്. അത്തരം ആളുകൾക്ക് ഉന്നതമായ സ്ഥാനവും പദവിയുമുണ്ട്, പവിത്രമായ സ്വർഗത്തിൽ ഇരിപ്പിടവുമുണ്ട്. അത്യുന്നതമായ സ്വർഗലോകത്ത് പ്രവാചകന്മാരോടൊപ്പമായിരിക്കും അത്തരം ആളുകളുടെ സ്ഥാനം. അന്ത്യപ്രവാചകർ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നീ മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനക്കും അഖ്ലാഖ. നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരരും അന്ത്യനാളിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്നവരും നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ഫല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ,
നിന്നെ സ്മരിക്കുവാനും നിന്നോട് കൃതജ്ഞതയുള്ളവരാകുവാനും നിന്നെ നന്നായി ആരാധിക്കുവാനും ഞങ്ങൾക്കു നീ തൗഫീഖ് നൽകണമേ. സത്യവിശ്വാസികളെ, ജന്മനാടിനെ സ്നേഹിക്കുന്നതും ആ മണ്ണിനെ പരിചരിക്കുന്നതും സ്രഷ്ടാവിനോടുള്ള വിധേയത്വമാണ്, ഇബാദത്താണ്, ആരാധനയാണ്. അത് അള്ളാഹുവിന്റെ കൽപ്പന നാം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമാണ്. അള്ളാഹു നമ്മോട് പറഞ്ഞു, ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ, അവൻ ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും ഭൂമിയുടെ പരിപാലന ചുമതല നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന്. അതുകൊണ്ടുതന്നെ രാജ്യ പുരോഗതിക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിന് വിധേയപ്പെടുക എന്നത് ഒരാളുടെ ബാധ്യതയാണ്. കാര്യഗൗരവത്തോടെ ജോലികൾ ചെയ്ത് തന്റെ ഉദ്യോഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് വിശ്വസ്തയോടെ, കൃത്യതയോടെ, താൽപര്യത്തോടെ, സമർപ്പണബോധത്തോടെ അത് നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രീതിയും ഇഷ്ടവും പ്രതീക്ഷിച്ചുകൊണ്ട്, അതുമാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സമ്പൂർണമായ രീതിയിൽ ഉയർന്ന നിലവാരത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു, നിങ്ങളിൽ ആരെങ്കിലും വല്ല ജോലിയും ചെയ്യുമ്പോൾ, ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമ്പോൾ അത് കൃത്യമായി ചെയ്യുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഏതൊരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നവനും അവന്റെ ഉദ്ദേശ്യം, അവന്റെ നീയത്ത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാക്കി മാറ്റണം. രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുക, അതേസമയം തന്നെ സ്വന്തം കുടുംബത്തിന്റെ ജീവിതമാർഗവും നിലനിർത്തുക എന്നതായിരിക്കണം ഒരാളുടെ ഉദ്ദേശ്യം. ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അനുചരന്മാരുടെയും മുന്നിലൂടെ കടന്നുപോയി. തന്റെ ജോലിയിലെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും ഉന്മേഷവും സ്വഹാബികൾ പ്രവാചകന് വിശദീകരിച്ചു കൊടുത്ത ശേഷം അവരിങ്ങനെ അഭിപ്രായപ്പെട്ടു, അവയെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ ചെയ്തിരുന്നുവെങ്കിൽ എത്ര മഹത്തരമാകുമായിരുന്നുവെന്ന്. ഉടൻ തന്നെ പ്രവാചകർ പ്രതിവചിച്ചത് ഇങ്ങനെയാണ്, ഇൻ കാന ഖറജ യസ്ആ അലാ ബുൽദിഹി സിഗാറ ഫഹുവ ഫീ സബീലില്ലാഹ്, തന്റെ ചെറിയ മക്കൾക്കു വേണ്ടിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. വ ഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈൻ, ഇനി വാർദ്ധക്യം വന്ന തന്റെ മാതാപിതാക്കൾക്കു വേണ്ടിയാണ് അദ്ദേഹം തന്റെ ജോലി ചെയ്യുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അതും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. വ ഇൻ കാന യസ്ആ അലാ നഫ്സിഹി യുഇഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്, ഇനി അതുമാത്രമല്ല സ്വന്തം കാര്യങ്ങൾക്കു വേണ്ടി, സ്വന്തം അന്തസ് കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ് എന്നാണ് പ്രവാചകർ മറുപടി നൽകിയത്. ആരാധന എന്ന ആശയത്തെ എത്ര കൃത്യമായാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കും അവിടുത്തെ അനുചരന്മാർക്കും കൃത്യമാക്കി തന്നത് എന്ന് നാം ആലോചിക്കുക. ഓരോ ജോലിക്കാരനും, എല്ലാ ഉദ്യോഗസ്ഥരും തന്റെ ജോലിയിലായിരിക്കെ ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കേണ്ടതുണ്ട്. ജോലിയിലെ നിസ്സംഗതയുടെ പേരിലും നാം വരുത്തുന്ന വീഴ്ചകൾക്കും അനാവശ്യമായ അവധികൾക്കുപോലും നാം വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ ബോധം നമ്മുടെ ഉള്ളിലുണ്ടായാൽ നാം നമ്മുടെ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരാകും, നാം വിശ്വസ്തരാകും. സ്വന്തം കർമ്മം കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിക്കുവാനും സമൂഹത്തിന് ഉപകാരമുണ്ടാകുവാനും രാജ്യ പുരോഗതി സാധ്യമാകുവാനും എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.